കേരള രാഷ്ട്രീയത്തിൽ വലിയ വിധത്തിൽ വിവാദവും അതുപോലെ ചർച്ചകളും ഇപ്പോഴിതാ നിറയെ പേർ ജയിലിലും കിടക്കുന്ന കേരള രാഷ്ട്രീയത്തെ അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ നിർണായകമായ പുതിയ വിവരങ്ങളും അതുപോലെ വഴിത്തിരിവുകളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CMRലും എക്സാലോജിക്കും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം അപ്പുറം അന്വേഷണ ഏജൻസികളുടെ കൈവശമുള്ള വിവരങ്ങളും ഔദ്യോഗിക രേഖകളും കേസിന്റെ ഗതി കൂടുതൽ സങ്കീർണവും ഗൗരവമേറിയതുമായ തലങ്ങളിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. എക്സാലോജി കമ്പനി CMRലിന് വ്യക്തമായ ഒരു സേവനം നൽകിയിട്ടില്ല എന്ന കണ്ടെത്തലുകൾ നിലവിലുള്ള അന്വേഷണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. യാതൊരു സേവനവും നൽകാതെ തന്നെ കോടിക്കണക്കിന് രൂപ കൈമാറിയത് എന്ത് സാഹചര്യത്തിലാണെന്ന പരിശോധന, അതിനൊപ്പം തന്നെ സ്വാഭാവികമായും സാമ്പത്തിക ലാഭത്തിന് പിന്നിലെ ഭരണതലത്തിലുള്ള ഉയർന്ന ഇടപെടലുകളെക്കുറിച്ചും വഴിവിട്ട സ്വാധീനങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ED നടത്തിയ വിപുലമായ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു പുതിയ വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന രണ്ടാമതൊരു കമ്പനി കൂടി വീണ വിജയനുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുകയാണ്. കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെയും സാമഗ്രികളുടെയും വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ പങ്കാളിത്ത സ്ഥാപനത്തിൽ, അതായത് പാർട്ണർഷിപ്പ് ഫോം വീണ വിജയന് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് ED ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീണയ്ക്ക് പുറമെ അവിടെ ഒരു സുഹൃത്ത് കൂടി ഈ സ്ഥാപനത്തിൽ പങ്കാളിയാണെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും സൂചനകൾ ലഭിക്കുന്നത്. കേസിൽ കൃത്യമായി മണി ട്രയൽ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉള്ളത്. CMRൽ നിന്നും എക്സാലോജിക്ക് അനധികൃതമായി എത്തിയ 2.72 കോടി രൂപ എങ്ങോട്ടേക്കാണ് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും അതിലൊരു പങ്ക് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് നിക്ഷേപമായി എത്തിയിട്ടുണ്ടോ എന്നതുമാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏകദേശം 15ഓളം വ്യക്തികളുടെയും വിവിധ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ED ഇതിനകം തന്നെ മരവിപ്പിച്ചിട്ടുമുണ്ട്. ഇതിൽ വീണ വിജയനുമായി നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ട 3 ബാങ്ക് അക്കൗണ്ടുകളായി ഏതാണ്ട് 17 ലക്ഷത്തിലധികം രൂപയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാങ്ക് വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ താഴെ പറയുന്ന തുകകളാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് വീണ വിജയന്റെ വ്യക്തിഗത HDFC അക്കൗണ്ടിലുള്ള 1,37,884 രൂപ, ഇതുകൂടാതെ എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലുള്ള 27,583 രൂപ, ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ HDFC അക്കൗണ്ടിലുള്ള 15,57,414 രൂപ, ഇത്രയുമൊക്കെയാണ് ED ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്തരം തുകകളും ആസ്തികളും കണ്ടുകിട്ടുന്നതിനുള്ള തുടർ നടപടികളുടെ ഭാഗമായി ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ കണ്ണൂരിലുള്ള 80 സെന്റോളം വരുന്ന വസ്തുവകകളടക്കം അറ്റാച്ച് ചെയ്യാനുള്ള നിയമപരമായ നീക്കങ്ങളും അണിയറയിൽ സജീവമായി നടന്നു വരികയാണ്. മറുഭാഗത്ത് തീരദേശ ഖനനവുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും കേന്ദ്ര ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ കൈക്കൊണ്ട നിലപാടുകളും ED കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചു വരുന്നുണ്ട്. 2019 മുതൽ 2023 വരെയുള്ള 4 വർഷക്കാലം സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഖനനം നിരോധിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടും വിഷയം കൈകാര്യം ചെയ്ത കേന്ദ്ര വകുപ്പുകൾ നോട്ടീസുകൾ അയച്ചിട്ടും ലൈസൻസ് റദ്ദാക്കാതെ കരിമണൽ കർത്തയ്ക്ക് നിയമവിരുദ്ധമായി ഖനനം തുടരാൻ അനുമതി നൽകി എന്നുള്ളതാണ് ആക്ഷേപമായി ഉണ്ടാകുന്നത്. പരിസ്ഥിതി നാശം വരുത്തിവെച്ച് തീരദേശത്ത് നിന്ന് അനധികൃതമായി കരിമണൽ ഖനനം ചെയ്തതോടെ 1,500 കോടി രൂപയെങ്കിലും കരിമണൽ കമ്പനി സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കണക്കുകൂട്ടപ്പെടുന്നത്. ഈ അനധികൃത സമ്പാദത്തിന് പകരമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും സംഘടനകൾക്കും കറുത്ത മാസപ്പടി നൽകിയിരുന്നു എന്നുള്ളതാണ് ഇൻകം ടാക്സിന്റെ കണ്ടെത്തൽ. ഏതാണ്ട് 130 കോടിയോളം രൂപയുടെ വിവിധ സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്ന ആദായ നികുതി വകുപ്പിന്റെ ഈ കണ്ടെത്തലാണ് ED അന്വേഷണങ്ങൾക്ക് പ്രധാന ആധാരമായിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയാണ് 2.72 കോടി രൂപ എക്സാലോജിക്കിന് ലഭിച്ചതും 50 ലക്ഷം രൂപ പലിശയോ തിരിച്ചടവോ ഇല്ലാതെ ലോണായി നൽകിയതെന്നും ED കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ശക്തമാക്കിയത്. അതേസമയം തന്നെ അന്വേഷണ റിപ്പോർട്ടുകളുടെ പുതിയ വെളിപ്പെടുത്തലോടൊപ്പം തന്നെ ആരോപണങ്ങളോടും രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾ മുന്നിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ED രേഖകളിൽ വ്യക്തമാകുന്ന CMRൽ MD ശശിധരൻ കർത്തയുടെ മൊഴിയെക്കുറിച്ചും മകൾ വീണ വിജയന്റെ പേരുള്ള രണ്ടാമത്തെ കമ്പനി ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരെല്ലാം ഉന്നയിച്ചപ്പോൾ പോലും അദ്ദേഹം കൃത്യമായ മറുപടിയിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഈ വെളിപ്പെടുത്തലുകളെല്ലാം വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും മുമ്പ് CPI നേതാവ് PK ശ്രീമതിക്കെതിരെ വാർത്തകൾ വന്നതുപോലെ ഇതും അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു പിണറായി വിജയന്റെ വാദം. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ആരാ പുറത്തു വിട്ടിരിക്കുന്നു? ആരാ പുറത്തു വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നെന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാകൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്.
നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം, നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ച് നാൾ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്, ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. അത് സാധാരണ ആൾക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പ്രക്ഷോഭം അതിൻ്റെതായ വഴിക്ക് നടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെയോ അതിൽ പങ്കെടുക്കുന്നവരുടെയോ നേരെ കേസുമായിട്ട് വരുന്ന കാര്യം ശരിയല്ല. ഒരു വേടന്റെ നേരെ എന്തോ ഒരു കേസ് എടുത്തു എന്നുള്ളൊരു വാർത്ത കണ്ടു. അത് ശരിയായൊരു സമീപനമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൽ ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാണ്. കാരണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷണം നടന്നത്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ അന്വേഷണത്തിന് എല്ലാ പിന്തുണയുമായിരുന്നു LDF സർക്കാർ നൽകിയിരുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇതാണ് നടന്നു വരുന്ന സമ്പ്രദായം. അത് കൂടുതൽ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ പറയാൻ കഴിയൂ. നേരത്തെ ഞങ്ങൾ സ്വീകരിച്ച സമീപനം ഇത്തരം നടപടികൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ്. ആ സമീപനത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല. ആ സംശയം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം പ്രശാന്ത് ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കണം. കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. ഏതായാലും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷിക്കുന്നത്. അത് അതേ നിലക്ക് തന്നെയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുതകൾ വരുമ്പോൾ പറയാം അത്തരം കാര്യങ്ങളെ പറ്റി. ഇപ്പൊ അത് പറയാൻ പറ്റുന്നില്ല. അതിലല്ലേ നിലപാട് പറയുന്നത്. നിലപാടല്ലേ ഞങ്ങൾ പറഞ്ഞു. SITയുടെ ഭാഗമായി നടക്കുന്ന, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ ഭാഗമായി നടക്കുന്ന നടപടികളെ ചോദ്യം ചെയ്യുന്ന നിലപാടല്ല ഞങ്ങൾ എടുത്തിരുന്നത്. അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് എടുത്തത്. അത് ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യമല്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങളത് വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അത് വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. കമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? കമല ഇന്റർനാഷണൽ വിട്ടോന്ന് ആ കാര്യത്തില് സാധാരണ നില വിട്ടുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. എന്റെ ഒരു മുഖ്യമന്ത്രി എന്ന പരിചയത്തിൽ പറഞ്ഞാൽ സാധാരണ നില വിട്ടിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അതിൽ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നില വിട്ടുള്ള ചില നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പറയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം, കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ഞാൻ കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ? അജിത് കുമാറിന്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്നല്ല, ഗവൺമെന്റ് നിശ്ചയിച്ച നടപടികളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ചിലരെല്ലാം വലിയ താല്പര്യത്തോടെ അതിനെ പിന്താങ്ങാൻ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ആ നിലയല്ല എനിക്ക് ആ കാര്യത്തിലുള്ളത്. അത് നമ്മൾ ഓരോന്ന് വരുമ്പോൾ അല്ലേ നോക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് ചെയ്യാൻ നമുക്ക് എന്നിട്ട് പറയാം. മാധ്യമങ്ങളിൽ വാർത്ത വന്നു എന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ സത്യമാണ് ആകില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ രേഖയുണ്ടെങ്കിൽ കാണിക്കട്ടെ എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. മകളുടെ രണ്ടാമത്തെ കമ്പനിയായ ലേക്കർ ഇന്ത്യയെ കുറിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കമല ഇന്റർനാഷണൽ നിങ്ങൾ വിട്ടോ എന്നുള്ള മറു ചോദ്യമാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ എക്സാലോജിക് ഉടമ കാണിക്കുന്ന അജ്ഞതയും പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്താണ് എക്സാലോജിക്കിന് പണം നൽകിയതെന്ന കരിമണൽ കർത്തിയുടെ ചോദ്യം ചെയ്യലിലെ മൊഴിയും കേസിൽ EDക്ക് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. എക്സാലോജിക് CMRന് ഒരു സേവനവും നൽകിയിട്ടില്ലെന്നും പിണറായിയോടുള്ള രാഷ്ട്രീയ വ്യക്തിബന്ധത്തിന്റെ പുറത്ത് മാത്രമാണ് സാമ്പത്തിക സഹായം നൽകിയതെന്നും കർത്ത EDക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് നിയമപരമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ചോദ്യം ചെയ്യലുകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള സാമ്പത്തിക തെളിവുകൾ കമ്പനി ഉടമയിൽ നിന്ന് അതിന് കാരണമായ ഭരണസ്വാധീനത്തിലേക്ക് തന്നെ നേരിട്ട് വിരൽ ചൂണ്ടുകയാണ്. ഇതോടെ അന്വേഷണം വീണ വിജയനിൽ നിന്നും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കുകയാണെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്ന നിയമപരമായ ചോദ്യം ചെയ്യലുകളും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള തുടർ നടപടികളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റിനും പുതിയ തർക്കങ്ങൾക്കും വഴി തുറക്കുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ്.